2016 വിടവാങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. ഇതേ ഉന്മേഷത്തോടെ, ഇതേ പ്രസരിപ്പോടെ 7th ഡേ എന്നിവിടെ ആരംഭിക്കുകയാണ്. ബഹ്റിനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇന്നു മുതൽ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. UAE എക്സ്ചേഞ്ച് 7th ഡേ, a day to rewind and restart. Brought to you by Darul Shifa Medical Center in association with Clear Vision Optics. പിന്നിട്ട് പോയ വാരം ഒരുപാട് നല്ല വാർത്തകളും വിശേഷങ്ങളും നിറഞ്ഞതായിരുന്നു. അത്തരം ചില വാർത്തകളും വിശേഷങ്ങളുമായി ദാറുൽ ഷിഫ എക്സ്റേ. ബഹ്റിനിലെ പ്രവാസികൾക്ക് ആശ്വാസമായി നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചു. ഈ നിയമങ്ങൾ കൊണ്ട് ഏറ്റവും അധികം ഗുണം ലഭിക്കുന്നത് മലയാളികൾ അടക്കമുള്ള പ്രവാസി സ്ത്രീകൾക്കാണ്. LMRAയുടെ ഈ പുതിയ നയമനുസരിച്ച് വിവാഹിതരായി ഭർത്താവിന്റെ ഫാമിലി വിസയിൽ ബഹ്റൈനിലെത്തുന്ന പ്രവാസി സ്ത്രീകൾക്കും ഇനി മുതൽ ജോലി ചെയ്യാനാകും എന്നതാണ് പ്രത്യേകത. മുൻപ് ഇവർക്ക് ലഭിച്ചിരുന്ന ഹൗസ് വൈഫ് വിസയിൽ ബഹ്റൈനിൽ ജോലി ചെയ്യാനോ ഇത് വർക്ക് വിസയാക്കി മാറ്റുവാനോ അനുമതി ഉണ്ടായിരുന്നില്ല. As a part of our activities of Bahrain India Society, we always make programs with which we take our message across to the Indian community in Bahrain, and whatever are the guidelines that comes from our government through this society, they can get an idea of what the policies are, especially in the terms of expat community in Bahrain. Of course, these policies are for entire expat communities, but fortunately we have the majority among the expat community, and such policies always benefits us. The families, especially the wife, can work without getting a separate visa under the sponsorship of the husband's visa. And this is, I think, a very interesting news as far as people who are coming from India and people who are staying in India. Single ladies who work here. ഇത് പ്രകാരം നിലവിൽ ഭർത്താവിന്റെ കമ്പനിയുടെ സ്പോൺസർഷിപ്പിൽ രാജ്യത്ത് കഴിയുന്ന വീട്ടമ്മമാർക്ക് തങ്ങളുടെ സ്പോൺസറെ മാറ്റാതെ തന്നെ ഇവിടെ ജോലി ചെയ്യാനാകും. ഒരുപാട് ശരിക്കും സന്തോഷം തരുന്നുണ്ട്. ജോലി കിട്ടിയിട്ടും അല്ലെങ്കിൽ പകുതി വഴിക്ക് നല്ലൊരു ഓഫർ ആയിട്ട് പോലും അതും മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യും. പലപ്പോഴും വിസയിൽ പ്രോബ്ലം വരുന്നു, ഹസ്ബൻഡിന് ജോലിയിൽ തന്നെ അതിനെ ബാധിക്കുന്നു എന്നറിഞ്ഞിട്ട് പലരും ജോലി കിട്ടിയിട്ട് അത് ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട്. വീട്ടമ്മമാരായാലും വേറെ നേഴ്സ് പോലത്തെ സിംഗിൾ ലേഡീസ്, വർക്കിംഗ് ലേഡീസിന് അവർക്ക് സ്പെഷ്യലി ഇതൊരു വളരെ നല്ല ന്യൂസാണ്. ദേ ക്യാൻ ബ്രിങ് ദെയർ ഹസ്ബൻഡ്സ് ഓൺ ദെയർ വിസാസ്. ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് ഹസ്ബൻഡ്സ് യൂസ് ടു ബ്രിങ് വൈഫ്സ് ഇൻ ദെയർ വിസ ആസ് ഹൗസ് വൈഫ് വിസ. ഇപ്പോൾ തിരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഫാമിലീസിന് വേണ്ടി ഇത് വളരെ ഹാപ്പി ന്യൂസാണ്. പ്ലസ് എന്നെ പോലുള്ള ഹൗസ് വൈഫ്സിന് പേടിയില്ലാതെ ഓപ്പണായിട്ട് ഇവിടെ ആസ് അതേഴ്സ് വി ക്യാൻ ഓൾസോ പെർസ്യൂ ജോബ്. അപ്പോൾ വെരി ഹാപ്പി അബൌട്ട് ദിസ് ന്യൂസ്. ഞാൻ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് കഴിഞ്ഞതാണ്. ഇതുവരെ ജോലിയൊന്നും ആകാത്തതിൽ വളരെ സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ റൂൾ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇത് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ റൂൾസ് വന്നതുകൊണ്ട് ഇപ്പം കോൺഫിഡന്റ് ആയിട്ട് ജോലി ചെയ്യാം. നേരത്തെ നമുക്ക് ഇതുകൂടാതെ തൊഴിലാളികളുടെ വേതനം ബാങ്ക് അക്കൗണ്ടിലൂടെ നൽകാനും സംവിധാനമുണ്ടാക്കും. പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന ഈ നയം അടുത്ത വർഷം ആദ്യപാദം മുതൽ നിർബന്ധമാക്കുമെന്നാണ് സൂചന. ബഹ്റിന്റെ 45ാമത് ദേശീയ ദിനാഘോഷം ഡിസംബർ 16 രാജ്യം സമുചിതമായി ആഘോഷിച്ചു. അതോടൊപ്പം തന്നെ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ 17ാം വാർഷികാഘോഷങ്ങളും രാജ്യത്ത് നടന്നു. ബഹ്റൈന്റെ 45ാം ദേശീയ ദിനവും രാജാവ് ഹമദ് ബിൻ ഇസാൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ 17ാം വാർഷികാഘോഷങ്ങളും രാജ്യം ആഘോഷിച്ചു. أصحاب السمو والمعالي والسعادة الحضور الكريم. ദിവസങ്ങൾക്ക് മുൻപേ നാടും നഗരവും ബഹ്റൈൻ ജനതയും പ്രവാസി സമൂഹവും ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ബഹ്റൈനിലെ സാക്കീറിലെ ഇന്റർനാഷണൽ സർക്യൂട്ടിലും വിവിധ ആഘോഷങ്ങൾ നടന്നു. ബഹ്റൈൻ ബേയിൽ അരങ്ങേറിയ കരിമരുന്ന് പ്രയോഗവും സംഗീത വിരുന്നും കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. വിവിധ ഗവർണറേറ്ററുകളുടെയും സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിലും പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു.
കൂടാതെ ബഹ്റൈനോടുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ആദരസൂചകമായി ദേശീയ ദിനത്തിൽ 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ പതാക ഒരുക്കിയത് കാണികളിൽ വിസ്മയം സൃഷ്ടിച്ചു. പ്രൈഡ് ഓഫ് നേഷൻ എന്ന ഇന്ത്യൻ കമ്പനിയും ഗോൾഡൻ ഗ്രാഫിക്സും ചേർന്ന് മുഹറക് ഗവർണറേറ്റിന്റെ സഹായത്തോടെയാണ് ലോക റെക്കോർഡിനായുള്ള ഈ സംരംഭം തീർത്തത്. ദേശീയ ദിനം പിന്നിടുമ്പോഴും ആഘോഷങ്ങൾ തീരുന്നില്ല. തുടർച്ചയെന്നോണം ചെറുതും വലുതുമായ ധാരാളം സാംസ്കാരിക പരിപാടികൾ രാജ്യത്തിപ്പോഴും തുടരുകയാണ്. ഓരോ ആഘോഷങ്ങളും പ്രവാസിക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി എത്തിയ ക്രിസ്മസ് ബഹ്റിനിലെ പ്രവാസി സമൂഹം ആഘോഷിച്ചു. ക്രിസ്മസ് വിളക്കുകളും അലങ്കാരങ്ങളും പുൽക്കൂടുകളുമൊക്കെയായി വ്യാപാര സ്ഥാപനങ്ങൾ ഡിസംബർ മാസാദ്യം തന്നെ സജീവമായി തുടങ്ങിയിരുന്നു. തങ്ങളുടെ ഫ്ളാറ്റിൽ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും വിളക്കുകളും ഒക്കെ ഒരുക്കിയാണ് ബഹ്റൈനിൽ വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റത്. പിറവി തിരുനാളിന്റെ പ്രാധാന്യം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനും കുടുംബവും ഇത്രയധികം ദീപാലങ്കാരങ്ങളും അതുപോലെ പുൽക്കൂടും നിർമ്മിച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ തീരുമാനിച്ചത്. ആദ്യമായിട്ടാണ് ഇത്രയും സൗകര്യങ്ങളിൽ ഇത്രയും മനോഹരമായ രീതിയിൽ വലിയ രീതിയിൽ നമുക്ക് ചെയ്യുവാൻ ഇവിടെ ഈ പഴുദ്വീപിൽ വന്നിട്ട് ചെയ്യുവാൻ സാധിച്ചത്. വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങിയുള്ള കരോൾ സംഘങ്ങളും സജീവമായിരുന്നു. അതിൽ പരമ്പരാഗത കരോൾ ഗാനങ്ങൾക്കൊപ്പം പൂമരം എന്ന ഹിറ്റ് ഗാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഗാനവും ഉണ്ടായിരുന്നു എന്നതായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. സീറോ മലബാർ സൊസൈറ്റി 16 വർഷം കൊണ്ട് നടത്തി വരുന്ന ക്രിസ്മസ് കരോൾ ഈ വർഷവും അതിവിപുലമായ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ള നാടിനേക്കാൾ ഉപരിയായിട്ട് പ്രത്യേകിച്ച് നമ്മൾ വസിക്കുന്ന ഈ ബഹ്റൈൻ പ്രദേശത്ത് ഇവിടുത്തെ രാജകുടുംബവും അതുപോലെ ഭരണാധികാരികളും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതുകൊണ്ട് നാട്ടിനേക്കാൾ കൂടുതലായി സ്വാതന്ത്ര്യത്തോടു കൂടി ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഇവിടെ സാധിക്കുന്നു. കൂടാതെ ബഹ്റൈനിലെ നിരവധി സംഘടനകളുടെ കീഴിലും ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, കരോൾ ഗാന മത്സരങ്ങളും അരങ്ങേറി. ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ പാതിര കുർബാനയും തിരുപ്പിറവി ആഘോഷങ്ങളും ക്രമീകരിച്ചിരുന്നു. ആഘോഷങ്ങളിൽ വ്യത്യസ്തത കണ്ടെത്തുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കി ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. മാവേലിക്കര സ്വദേശി തോമസ് വർഗീസ്. ഒന്നിനെയും നിസ്സാരമായി കാണരുത്. ഓരോന്നിനും അതിൻ്റെതായ മൂല്യമുണ്ട്. വലിച്ചെറിയുന്ന കടലാസ് കഷ്ണം ഒരിക്കൽ പട്ടമായി മുകളിൽ പറന്നാൽ നാം തല ഉയർത്തി നോക്കേണ്ടി വരും. ബഹ്റൈനിൽ 35 വർഷമായി പ്രവാസിയായി കഴിയുന്ന മാവേലിക്കര സ്വദേശി തോമസിന്റെ വാക്കുകളാണിത്. ഈ തത്വചിന്ത മനസ്സിലേറ്റുന്ന തോമസ് ഇത്തവണ ക്രിസ്മസിന് ഒരുക്കിയത് 5-10 ഫിൽസ് കൊണ്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് വിളക്കും. ഏതാണ്ട് 8800 നാണയത്തുട്ടുകൾ കൊണ്ടാണ് ഇവ ഒരുക്കിയത്. ഇവ കൂടുതൽ നൽകിയതും തോമസിന്റെ സുഹൃത്തുക്കൾ തന്നെ. ക്രിസ്മസ് ട്രീക്കായി നാണയത്തുട്ടുകൾ തെരഞ്ഞെടുത്തത് എന്തിന് എന്ന ചോദ്യത്തിനും തോമസിന് വ്യക്തമായ ഉത്തരമുണ്ട്. ആരെയും ഒന്നിനെയും അവഗണിക്കരുത്. നിന്ദിക്കപ്പെടുന്നവയെ ആദരിക്കപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷമായി ഞാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ കലാസൃഷ്ടികൾ മുഴുവനും പാഴ്വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇപ്രാവശ്യം ഞാൻ കണ്ടെത്തിയത് ഇന്ത്യ ഗവൺമെന്റ് 500-1000 നോട്ടുകളെ പിൻവലിച്ചപ്പോൾ അസാധുവാക്കിയപ്പോൾ ബഹ്റിന്റെ നാണയമായ 5-10 ഏറ്റവും വലുതാണ് നാണയം കൊണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. ബുധയയിലെ ജുനൂസാൻ സ്പോർട്സ് ക്ലബിൽ ജോലി ചെയ്യുന്ന തോമസ് വർഗീസ് ജോലിക്ക് ശേഷം വീണ് കിട്ടുന്ന ഇടവേളകളിലാണ് തന്റെ കരവിരുതിന് സമയം കണ്ടെത്തുന്നത്. തീർന്നില്ല. മുൻവർഷങ്ങളിൽ ചിപ്പിയിലും മുത്തുച്ചിപ്പിയിലുമൊക്കെ തോമസ് ക്രിസ്മസ് ട്രീ തീർത്തിട്ടുണ്ട്. ബഹ്റൈനിലെ കടൽ തീരങ്ങളിൽ നിന്നും തോമസ് തന്നെയാണ് ഇവയൊക്കെ ശേഖരിച്ചത്. ഇങ്ങനെ തീർത്ത ക്രിസ്മസ് ട്രീകൾക്കൊക്കെ വൻ സ്വീകാര്യതയും പ്രോത്സാഹനവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വസ്ത്രങ്ങൾ തൂക്കുന്ന ഹാങ്ങറുകൾ ഉപയോഗിച്ചും തോമസ് ട്രീയും ക്രിസ്മസ് വിളക്കുകളും തീർത്തിട്ടുണ്ട്. കാറ്റിൽ പറന്നു വന്നു വീണ തുണികൾ ശേഖരിച്ച് മനോഹരമായി അദ്ദേഹം തീർത്തതും ക്രിസ്മസ് ട്രീ തന്നെ. തന്റെ ഇത്തരം കലാസൃഷ്ടികളുടെ പ്രദർശനം ക്രിസ്മസിനോടനുബന്ധിച്ച് പലയിടങ്ങളിലും അദ്ദേഹം ഒരുക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഓരോ വർഷവും ക്രിസ്മസും നവവത്സരവും വന്നണയുമ്പോൾ തോമസ് ഓരോ കലാവിസ്മയം തീർക്കും. അവയൊക്കെയും നമുക്ക് നൽകുന്ന സന്ദേശം ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും വിലയുണ്ട് എന്നത് തന്നെയാണ്.
നീ എങ്ങനെ എത്തി? ഗൂഗിൾ മാപ്സ്. മോനെ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ ആദ്യമായിട്ടാ ഇത്ര ദൂരം. ഇല്ല അമ്മ, പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല. നോക്കാം. മീഡിയ സിറ്റി അല്ലേ ഇന്റർവ്യൂ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്തേ ടാക്സി കണ്ടിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. ദാറ്റ്സ് ഓക്കേ. കൺഗ്രാറ്റ്സ് ജോജിക്കുട്ടാ, യുവർ ന്യൂ ജോബ്. ഹൗ ഡിഡ് യു നോ ദിസ്? മച്ചാനെ, താങ്ക് യു ഫോർ ദ ജോബ്. ഹി ഈസ് സൂപ്പർ ഹാപ്പി. കണ്ണുണ്ടായാ പോരാ, കാണണം, ശരിക്കും കാണണം. ക്ലിയർ വിഷൻ ഒപ്റ്റിക്സ്, ബഹ്റൈൻ. അറിയേണ്ടതും അറിയിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയാണ് തൊട്ടടുത്ത്. ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നോട്ട് നിരോധനവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും അനുദിനം നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രവാസികൾക്കുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകളും ആകുലതകളും അതിലൊക്കെ ഉപരി ഒരുപാട് സംശയങ്ങളും. ഇന്നത്തെ തൊട്ടടുത്ത് എന്ന സെഗ്മെന്റിലൂടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് തൊട്ടടുത്ത സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി തൊട്ടടുത്തെത്തിയിരിക്കുന്നത് ശ്രീ നാഥ് വെങ്കടാചലമാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. വീഡിയോ എന്ന കമ്പനിയുടെ ഓഡിറ്റ് പാർട്ണറാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ തൊട്ടടുത്ത സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപക്ഷെ ആശങ്കകളും ഒക്കെ അഭിമുഖീകരിക്കുന്നവരാണ് പ്രവാസി മലയാളികൾ. തീർച്ചയായും ഒരുപാട് വിളികൾ സാറിന് ഒരുപക്ഷെ വന്നിരിക്കാം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിൽ പ്രവാസികൾക്ക് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് മണി കള്ളപ്പണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പ്രവാസികൾക്ക് വളരെ കുറവാണ്. ബട്ട് ഈ മീഡിയയിൽ പറയുമ്പോൾ അവരെ എല്ലാം വിപുലീകരിച്ചേ കാണിക്കാറുള്ളൂ. NRIs അല്ലെങ്കിൽ പ്രവാസികൾക്കും തന്നെ ആ ആശങ്കകൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇമ്പാക്ട് വരുമ്പോൾ ഒരുപാട് ആംഗിൾസ് വെച്ച് നോക്കുമ്പോൾ പല ഇമ്പാക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ പ്രവാസികൾക്കും ചില ഏരിയസിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഫർദർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ഇത് പ്രവാസിയെ ബാധിക്കുക? ഒന്നാമത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ കറൻസി വാല്യൂ. ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട് നിരോധനം ഇഷ്യൂ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കറൻസി വാല്യൂ അപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. അതായത് വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം പ്രവാസികൾക്ക് പോസിറ്റീവായിട്ട് ആസ്പെക്ട്സ് പറയുകയാണെന്ന് വെച്ചാൽ അത് വെച്ച് ഒരുപാട് പ്രവാസികൾ മെച്ചം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജനറലി കറൻസി എക്സ്ചേഞ്ച് റേറ്റ് വെച്ചാണ് നോക്കുക. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പ്രവാസികൾക്ക് ഒരുപാട് ഗുണകരം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ചില പ്രവാസികൾ ഓർ മെജോറിറ്റി ഓഫ് ദ പ്രവാസികൾ, ഞാനടക്കം, ഇന്ത്യൻ കറൻസി കയ്യിൽ വെക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ആസ് പെർ ദ ഫെമ ആക്ട് വെച്ച് നോക്കുമ്പോൾ അനുവദീയമാണ് 25,000 രൂപ വരെ പ്രവാസികൾക്ക് പുറത്തു കൊണ്ടുപോകാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും, എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും, അതുപോലത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കും പ്രവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ലോങ് റൺ അല്ലെങ്കിൽ ഓവറോൾ ദീർഘദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ പ്രവാസികൾക്ക് മെച്ചകരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഈ ഡിമോണിറ്റൈസേഷൻ. ഒപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസങ്ങൾക്ക് മുൻപ് വരെ അല്ലെങ്കിൽ പിറകിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന് നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ അത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡൈവേർട്ട് ചെയ്തു പോകുവാൻ വേണ്ടിയിട്ട് NRIsന് ഗുണകരമായിട്ടുള്ള വേറെ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റുകളാണുള്ളത്, അതൊന്ന് വിശദീകരിക്കാം. ഷിബു പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് റേറ്റ് ഒരു ലിമിറ്റ് വരെ ചില ബാങ്ക് നോക്കുകയാണെങ്കിൽ 2% വരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ പ്രവാസികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അത് എമൗണ്ട് പോകുന്നത് ബാങ്കിലോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും അതിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുകൾ ഉള്ളത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇമ്പാക്ട് ഈസ് ഗോയിങ് ടു ഹാവ് എൻ ബിഗ് ഇമ്പാക്ട്. ഒരു ഇമ്പാക്ട് വരുന്നത് വലിയ ശതമാനം തന്നെ ആയിരിക്കും. അതിന്റെ ഇമ്പാക്ട് മിനിമൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് പ്രവാസികൾക്കുണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ട് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഈ ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട് നിരോധനം വന്നത് തൊട്ടിട്ട് മോണിറ്ററി വാല്യൂ ഇൻ ടേംസ് ഓഫ് റിയൽ എസ്റ്റേറ്റ് അത് 30% വരെ പ്രൈസസ് കുറഞ്ഞിട്ടുണ്ട്. 30% വരെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് കണക്കുകൾ വെച്ച് കാണിക്കുന്നത്. ദാറ്റ് ക്യാൻ ബെനിഫിറ്റ് ദ NRIs. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ഡിമോണിറ്റൈസേഷൻ അനൗൺസ് ചെയ്ത ഉടനെ തന്നെ ഒരുപാട് വലിയ ഡിപ്പ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ട്. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് വിത്ത് ദ സ്റ്റഡീസ് ഈ 2017 പറഞ്ഞ പോലെ ഷോർട്ട് ടേമിൽ പ്രായോഗിക ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ലോങ് റണ്ണിൽ കുറച്ചുകൂടി മെച്ചമുള്ളത് കാരണം
കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സെൻസെക്സ് അല്ലെങ്കിൽ BSE നോക്കുമ്പോൾ വാല്യൂ നിൽക്കുന്നത് 26,000 27,000 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ ഡിമോണിറ്റൈസേഷന്റെ ഇമ്പാക്ട് എക്കണോമിയിൽ ആവുമ്പോൾ സാമ്പത്തിക രീതിയിൽ നോക്കുകയാണെങ്കിൽ by 2017 it is expected to go up to 30,000 and eventually up to 39,000 points വരെ കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ വരുമ്പോൾ ഒരുപാട് വോളണ്ടറി ഡിസ്ക്ലോഷേഴ്സ്, അതായത് കള്ളപ്പണം വെച്ച ആളുകൾ ഒരുപാട് വോളണ്ടറി ആയിട്ട് ഡിസ്ക്ലോഷേഴ്സ് ചെയ്യുന്നുണ്ട്. സാമ്പത്തികത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഹാസ് കം അപ്പ് വിത്ത് ന്യൂ സ്കീംസ്. ഇറ്റ് ക്യാൻ ബി, അതായത് ഗവൺമെന്റ് സ്വന്തമായിട്ടും ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ബോണ്ട് പോലെ ഒരുപാട് ഓപ്ഷൻസും വന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആംസായ LIC അതുപോലെ തന്നെ അതർ മ്യൂച്വൽ ഫണ്ട്സ് അവർ പുതിയ സ്കീംസ് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കീംസിൽ ഉള്ള റിട്ടേൺ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിനെക്കാട്ടിലും അധികമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓൺലി മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറയാമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗുണകരമായിരിക്കും പ്രവാസികൾക്ക്. അതുപോലെ തന്നെ സാർ, നമുക്കറിയാം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കുള്ള കള്ളപ്പണം തടയുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു. അതിൽ നമുക്കറിയാം സ്വത്ത് വിവരം പ്രഖ്യാപിക്കൽ, ഒപ്പം തന്നെ ഈ പ്രോപ്പർട്ടി പാസ്ബുക്ക്, ഇങ്ങനെ ഒരുപാട് നടപടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് NRIs ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച്? ഇപ്പോൾ ഈ പുതിയ ഇനീഷ്യേറ്റീവ്സ് പറയുമ്പോൾ മോർ ഓഫ് എ ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ഈ ഗവൺമെന്റ് പ്രൊജക്ട്. ഇപ്പോൾ ഈ ബഹ്റൈനിലും അല്ലെങ്കിൽ ഈ ഗൾഫ് മേഖലയിലും ഉള്ള പോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റും ഈ ഗവൺമെന്റ് പ്രോസസ്സിലോട്ടാണ് ഷിഫ്റ്റ് ചായ്വ് കാണുന്നത്. ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണകരമായുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഷിബു ആയാലും ശരി, ഞാനായാലും ശരി, ഏത് പ്രവാസി ആയാലും ശരി, നാട്ടിൽ ഒരു വീട് വെക്കുക പറഞ്ഞ എല്ലാവരുടെയും സ്വപ്നമാണ്. ആ വീട് വെക്കുമ്പോൾ അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്ക് കൂടാതെ തന്നെ അതിന്റെ റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് വരുമ്പോൾ അത് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രവാസികൾക്ക്. ഈ പുതിയ ഇനീഷ്യേറ്റീവ്, അതായത് ഈ പാസ്ബുക്ക് ആയാലും ശരി, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡിക്ലറേഷൻ ആയാലും ശരി, അതുപോലത്തെ വരുമ്പോൾ ഇത് ഡിജിറ്റലൈസേഷൻ ആണ് കാണുന്നത് ഗവൺമെന്റ്. അത് വെച്ചിട്ട് ട്രാൻസാക്ഷൻസ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത് ഈവൻ ഫ്രം എബ്രോഡ് ക്യാൻ ബി ഡൺ. അങ്ങനെ വെച്ചുമ്പോൾ നോക്കുമ്പോൾ താങ്കൾക്ക് സപ്പോസ് ഏതെങ്കിലും പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ ദാറ്റ് മോണിറ്ററിങ് ക്യാൻ ബി ഡൺ ഫ്രം എബ്രോഡ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു ബി പേഴ്സണലി ദർ, അതായത് ഇന്ത്യയിൽ പേഴ്സണലായിട്ട് ഉണ്ടാകേണ്ട ആവശ്യം വേണ്ടി വരുന്നില്ല. അപ്പോ ഈ ഇനീഷ്യേറ്റീവ് ഞാൻ സ്വാഗതം ചെയ്യുകയുള്ളൂ. അത് കുറച്ചുകൂടി ഗുണകരമായിരിക്കുന്നല്ലാതെ ഇനീഷ്യലി ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് ഒഴികെ നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ ഇറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ ടു ദ NRIs. സാർ, അതുപോലെ തന്നെ ഒരു ചോദ്യം. ഇപ്പോ നമുക്കറിയാം പ്രവാസികളുടെ കയ്യിലുള്ള പണം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന പ്രവാസികൾ ഒരു പക്ഷേ ഉണ്ടാവും. ഒരു പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് RBIയിൽ മാർച്ച് 31 വരെ അത് നിക്ഷേപിക്കാം എന്നൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനായിട്ട് പോവുകയും വേണം. ഇപ്പോൾ നമുക്കറിയാം വെക്കേഷനൊക്കെ ഇവിടെ ഉണ്ടാവുക ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ എംബസിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും നിയമ നടപടികൾ ഉണ്ടോ? അതോ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഇന്ത്യൻ ബാങ്ക്സിൽ ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിൽ അവര് കയ്യിലുള്ള ഇന്ത്യൻ കറൻസി 31 ഡിസംബറിന് മുമ്പ് ഏതെങ്കിലും ഇന്ത്യൻ ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഡിസംബറിന് മുമ്പ് 31 ഡിസംബറിന് മുമ്പ് ചെയ്യാവുന്നതാണ്. ഇത് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ 31 മാർച്ചിന് മുമ്പ് അത് ബാക്കിയുള്ള ഡെസിഗ്നേറ്റഡ് ശാഖകളുണ്ട് റിസർവ് ബാങ്ക് RBIയുടെ, അവരുടെ പക്കത്തിലും നിക്ഷേപിക്കാവുന്നതാണ്. ഈ 2 ഓപ്ഷനാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ പ്രവാസികൾ, എസ്പെഷ്യലി താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതിനു വേണ്ടി മാത്രം പോകാൻ പറ്റാത്ത ആൾക്കാരുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കറൻസി വാല്യൂ വെച്ചിട്ട് അധികം അതിന് മെച്ചമില്ലാത്ത ആൾക്കാരുകൾ ഉണ്ടാവാം. അവർക്ക് 2-3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഡിക്ലറേഷൻ, ആരെങ്കിലും ഇന്ത്യയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം ഒരു ഓതറൈസേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് അവരുടെ ID ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് ഐ ആം ഓതറൈസിങ് സോ ആൻഡ് സോ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരു ഓപ്ഷനായിട്ട് ഉണ്ട്. അത് കൂടാതെ തന്നെ ഗവൺമെന്റ് സൈഡിൽ തന്നെ ഒരുപാട് ക്വരീസ് ഇതുപോലെ വരുന്നുണ്ട്. അത് പ്രവാസികളാവാം, അല്ലെങ്കിൽ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കറൻസി എക്സ്ചേഞ്ച് ഹൗസസ് ആവാം, അല്ലെങ്കിൽ മിഷൻസ് ആവാം, അതായത് ഡിപ്ലോമാറ്റ് മിഷൻസ്. അവരുടെ പക്കലിലേക്ക് എല്ലാവരുടെ അടുത്തും ഒരുപാട് ഇന്ത്യൻ കറൻസീസ് ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരും ഗവൺമെന്റ് അടുത്ത് ഒരു കംപ്ലൈന്റ് ആയിട്ട് ചെയ്യുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൈവശം വെച്ചിരിക്കുന്ന കറൻസീസ് എങ്ങനെ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും? അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഗവൺമെന്റ് ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. അവരുടെ അണ്ടർ സെക്രട്ടറിയുടെ തലപ്പത്തിൽ ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി ഫോം ചെയ്തിട്ട്
ആ കമ്മിറ്റി ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഓൾ ദീസ് ക്വയറീസ്. അവരുടെ ഡിസിഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ഇൻ അനദർ 2 അല്ലെങ്കിൽ 3 ആഴ്ചകളിനുള്ളിൽ റിപ്പോർട്ട് വിൽ ബി സബ്മിറ്റഡ് ടു ദ ഗവൺമെന്റ്. അതോടെ ഒരുപാട് പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഒരുപാടാണുള്ളത്. പക്ഷെ നമ്മുടെ ഒരു ചെറിയ സെഗ്മെന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. സാർ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സ്ഥിതിവിശേഷത്തെ, എങ്ങനെ നോക്കിക്കാണുന്നു ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ? എന്താണ് സാറിന്റെ അഭിപ്രായം? സാമ്പത്തിക വിദഗ്ധൻ ആ രീതിയിൽ പേഴ്സണലായിട്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ നീക്കത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ഷോർട്ട് റണ്ണിൽ പറഞ്ഞ പോലെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടെങ്കിലും ലോങ് റണ്ണിൽ ഇത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിക്ക് ഗുണകരമായിട്ട് കാണാനുള്ള സാധ്യതകളാണ് ഒരുപാട് കാണുന്നത്. ആ നീക്കം വെച്ച് ഞാൻ ഈ ഡിമോണിറ്റൈസേഷൻ മൂവിനെ വെൽക്കം ചെയ്യും ആസ് എ പേഴ്സണൽ ഫ്രം ദ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. ഫാമിലിയെ കുറിച്ചൊന്ന് പറയാം. മാരീഡ് ആണ്. വൈഫിന്റെ പേര് ഗായത്രി. 2 കുട്ടികളുണ്ട്. ഒരു ആൺകുട്ടി നിരഞ്ജൻ, ബഹ്റൈൻ തന്നെ പഠിക്കുന്നുണ്ട്. 2ാമത്തെ കുട്ടി ചെറിയ കുട്ടിയാണ്, ശ്രീനിധി. അവരും ബഹ്റൈൻ തന്നെ. സാർ, ഏതായാലും നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അതിനു മുൻപ് ഒരു ചോദ്യം കൂടി ചോദിച്ച് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് കരുതുകയാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് പോലെ പെട്ടെന്നൊരു ചോദ്യം, സാന്റയിൽ എത്ര കള്ളപ്പണം ഉണ്ട്? ഈ ചോദിച്ച ചോദ്യം കൊടുങ്കാറ്റായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സുനാമി ആകുന്നതിന് മുമ്പ് ഞാൻ ഞാൻ താങ്കൾ പോലെ ഒരു സാധാരണ നോർമൽ പ്രവാസി തന്നെയാണ്. എൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ടോ ആസ് ഇറ്റ് ഈസ് ഞാൻ എല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ എൻ്റെ അടുത്ത് കള്ളപ്പണവും ഇല്ല. ഞാനത് താങ്കളുടെ അടുത്ത് വേണ്ടി പേഴ്സണൽ അല്ലെങ്കിൽ മീഡിയ ഉള്ളത് കാരണം ഞാൻ പറയില്ല. എന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് അത് തന്നെയാണ്. അപ്പൊ ഏതായാലും ഇതൊരു തമാശ ചോദ്യമാണ്, ആ രീതിയിൽ എടുത്താൽ മതി. തീർച്ചയായിട്ടും. അപ്പൊ വളരെ സന്തോഷം ഞങ്ങളുടെ തൊട്ടടുത്തുന്ന സെഗ്മെന്റിൽ കടന്നു വന്നതിന്. താങ്ക് യു സോ മച്ച്. കണ്ണുണ്ടായാ പോരാ, കാണണം, ശരിക്കും കാണണം. ക്ലിയർ വിഷൻ ഒപ്റ്റിക്സ്, ബഹ്റൈൻ. നാം ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. അവയിലെല്ലാം നമുക്ക് അത്ഭുതം നൽകുന്ന ചില നുറുങ്ങ് അറിവുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചോദ്യവുമായി ബ്രോസ്റ്റഡ് ലാൻഡ് ഒറ്റ ചോദ്യം. ബ്രോസ്റ്റഡ് ലാൻഡ്, the real taste of broasted. Fresh, mouth-watering, yummy. Extra crispy, spicy. Great choice. Broasted lamb, the real taste of broasted. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാബൽ ബഹറിലാണ്. മാനാമയുടെ ഹൃദയഭാഗമായ ബാബൽ ബഹർ. നിരവധി മലയാളി സുഹൃത്തുക്കൾ ബിസിനസ് നടത്തുന്ന ഒരു മുട്ടായി തെരുവ് പോലെയും അല്ലെങ്കിൽ പാളയ മാർക്കറ്റ് തോൽപ്പിക്കുന്ന അതിലും വലിയ ബിസിനസ് സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. വരും. നമ്മുടെ ചോദ്യം ഇതാണ്: നമ്മുടെ ഇന്ത്യൻ റുപ്പി 10 രൂപ. ഓക്കെ, ഇന്ത്യൻ റുപ്പി 10 രൂപയ്ക്കകത്ത് എത്ര മൃഗങ്ങളുണ്ട്? എത്ര മാത്രമേ ഉള്ളൂ? ഒരു മൃഗമേ ഉള്ളൂ. തെറ്റാണ്. 1 സിംഹം, കടുവ, നരി. തെറ്റാണ്. പിന്നെ മാൻ. തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട. നമ്മൾ 10 രൂപ കൈ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ആരും നോക്കാറില്ല എന്നുള്ള തരുവ. അങ്ങനെ പറയല്ലേ. 10-15 മൃഗമൊന്നും നമുക്കില്ല. പുള്ളി 3 മൃഗം. പശു ഉണ്ടോ സംശയം? പശു എങ്ങനെ ഏതെല്ലാന്നറിയില്ല. നരിയുണ്ട്. ഒരു പുലിയുടെ പടം. ഒരു പുലിയുടെ പടം മാത്രമേ ഉള്ളൂ. ഒരു പുലിയുടെ പടയെ കണ്ടിട്ടുള്ളൂ. ക്ലൂ ഇല്ല. ഒരു ക്ലൂ താ. 3 മൃഗങ്ങളല്ലേ? കഴുത,
കഴുതയാ എനിക്കറിയില്ല. പക്ഷെ 10 രൂപ കണ്ടിട്ടില്ല. 10 രൂപ കണ്ടില്ല, പക്ഷെ മൃഗങ്ങൾ കണ്ടിട്ടില്ല. മൃഗങ്ങളെ കണ്ടിട്ടില്ല ഇതുവരെ. മൃഗങ്ങൾ കണ്ടിട്ടില്ല. അത് ഒന്നാണുള്ളത്, അത് പുലിന്റെ ആണ്. അത് ഓർമ്മയില്ല. ആന, പുലി, കാണ്ടാമൃഗം. ആന, പുലി, കാണ്ടാമൃഗം. എത്ര മനോഹരമായി പറഞ്ഞിരിക്കുന്നു. ആന, പുലി, കാണ്ടാമൃഗം. അതാണ് ഇന്ത്യൻ കാണ്ടാമൃഗം. അതാണ് ആന, സിംഹം, കാണ്ടാമൃഗം. ഒന്നും പറ, കൃത്യം പറ. സിംഹം, കടുവ, ആന. കഴിഞ്ഞില്ലേ? ആന, കടുവ, കാണ്ടാമൃഗം. ആന, കടുവ, കാണ്ടാമൃഗം. ഉത്തരം കറക്റ്റാണ്. സഫീറാണ് ഉത്തരം കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. മീനു മിക്സിന്റെ സമ്മാനമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. സഫീർ, നിങ്ങളാണ് ഞങ്ങളുടെ ഒറ്റ ചോദ്യം ആദ്യത്തെ റോക്സ്ലാൻഡ് ഒറ്റ ചോദ്യത്തിന്റെ ആദ്യത്തെ സമ്മാനം അയക്കുന്നത്. താങ്ക് യു. ഇത്തരത്തിലുള്ള രസകരമായ വിശേഷങ്ങളും വാർത്തകളുമായി അടുത്ത ഞായറാഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ഏവർക്കും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പുതുവത്സരം നേരുന്നു. UAE Exchange 7th Day, a day to rewind and restart. Brought to you by Darul Shifa Medical Center in association with Clear Vision Optics.